ഹായ് ഫ്രണ്ട്സ്, സ്റ്റെപ്സ് വിത്ത് നീതുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് PSC സ്ഥിരമായി ആവർത്തിച്ചു ചോദിക്കാറുള്ള പ്രധാനപ്പെട്ട മലയാള എഴുത്തുകാരും അവരുടെ തൂലികാനാമങ്ങളുമാണ്. അപ്പം നേരെ വീഡിയോയിലേക്ക് പോകാം. ആദ്യത്തേത് പ്രേംജി. പ്രേംജി എന്ന എഴുത്തുകാരൻ്റെ തൂലികാനാമമാണ് MB ഭട്ടതിരിപ്പാട്. നമുക്ക് വേണമെങ്കിൽ അതൊരു ട്രിക്കിലൂടെ ഓർത്തിരിക്കാം. അപ്പോൾ പ്രേമമൊക്കെ പൊട്ടിയപ്പോൾ പട്ടയടിച്ച് നടന്നു എന്നാലോചിക്കുക. അപ്പോൾ ഭട്ടതിരിപ്പാട് ജസ്റ്റ് കണക്ട് ചെയ്ത് വെക്കാൻ വേണ്ടി ഓർത്തിരിക്കുക. പ്രേംജി MB ഭട്ടതിരിപ്പാട്. അഭയദേവ് എന്ന എഴുത്തുകാരൻ്റെ തൂലികാനാമമാണ് അയ്യപ്പൻ പിള്ള. നമ്മുടെ അഭയത്തിന് വേണ്ടി നമ്മൾ ഏത് ദേവനെ ആരാധിക്കുന്നു? അയ്യപ്പനെ. അഭയദേവ് അയ്യപ്പൻ പിള്ള. ആനന്ദ് P സച്ചിദാനന്ദൻ. അത് നമുക്ക് ആ പേര് കണക്ട് ചെയ്ത് തന്നെ ഓർക്കാം അല്ലേ? ആനന്ദ് P സച്ചിദാനന്ദൻ. അടുത്തത് ആശാദേവി. അപ്പൊ ആശാദേവി എന്ന് പറയുന്നത് ആരുടെയാണ്? K ശ്രീകുമാർ. ആശാദേവി K ശ്രീകുമാർ. അപ്പൊ ആശാദേവി എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ പേരല്ലേ? അപ്പൊ വേണമെങ്കിൽ അങ്ങനെ കണക്ട് ചെയ്തിട്ട് ശ്രീകുമാർ എന്ന് ഓർത്തിരിക്കാം. ഇടമറുക് TC ജോസഫ്. ഇടമറുക് TC ജോസഫ്. നമ്മൾ ഓർക്കുന്നില്ലേ, TCക്കൊക്കെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്താണ് നമുക്ക് മറുകിന്റെ നോട്ട് ചെയ്യേണ്ടി വരാറില്ലേ? അപ്പൊ ഇടമറുക് TC ജോസഫ്. അടുത്തത് ഇന്ദുചൂടൻ. ആരാണ്? KK നീലകണ്ഠൻ. അപ്പൊ നമ്മൾ എപ്പോഴും ലാലേട്ടന്റെ ക്യാരക്ടേഴ്സ് ഒക്കെ അല്ലേ, ഇന്ദുചൂടൻ, നീലകണ്ഠൻ ഒക്കെ അങ്ങനെ വെച്ചിട്ട് കണക്ട് ചെയ്യാം. ഇന്ദുചൂടൻ KK നീലകണ്ഠൻ. അപ്പൊ നോക്ക്, പ്രേംജി MB ഭട്ടതിരിപ്പാട്, അഭയദേവ് അയ്യപ്പൻ പിള്ള, ആനന്ദ് P സച്ചിദാനന്ദൻ, ആശാദേവി K ശ്രീകുമാർ, ഇടമറുക് TC ജോസഫ്, ഇന്ദുചൂടൻ KK നീലകണ്ഠൻ. അടുത്തത് നോക്കാം. അടുത്തത് ഉറൂബ്. ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ആരാണ്? PC കുട്ടിക്കൃഷ്ണൻ. ഉറൂബ് PC കുട്ടിക്കൃഷ്ണൻ. അപ്പൊ കണക്ട് ചെയ്ത് പഠിക്കാനെങ്കിൽ ഉറുമ്പൊക്കെ കുട്ടികളെ ഒരുപാട് കടിക്കാറുണ്ടെന്നൊക്കെ വെച്ചിട്ട് ആലോചിക്കാം. അല്ലെങ്കിൽ നമ്മൾ ഓർത്തിരിക്കും, നമ്മൾ ഒരുപാട് തവണ റിപ്പീറ്റഡ് ആയിട്ട് കേട്ടിട്ടുള്ളതാണ് ഉറൂബ് PC കുട്ടിക്കൃഷ്ണൻ. അടുത്തത് ഓംചേരി N നാരായണപിള്ള. ഓംചേരി N നാരായണപിള്ള. ഇപ്പോൾ ഓം നാരായണായ നമഃ കണക്ട് ചെയ്ത് വേണമെങ്കിൽ ഓർത്തിരിക്കാം. അടുത്തത് കാക്കനാടൻ ജോർജ് വർഗീസ്. ഇപ്പൊ കാക്കകളെയൊക്കെ കണ്ടിട്ടില്ലേ? അവർക്ക് ഭയങ്കര വർക്കല്ലേ, അവരെപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക അല്ലേ? അപ്പൊ അങ്ങനെ വെച്ചിട്ട് വർഗീസ് അങ്ങനെ കണക്ട് ചെയ്ത് ഓർത്തിരിക്കുക. കാക്കനാടൻ ജോർജ് വർഗീസ്. അടുത്തത് കോവിലനും ഒരുപാട് തവണ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. VV അയ്യപ്പൻ. അപ്പൊ നമ്മൾ ഓൾറെഡി ഒരു അയ്യപ്പൻ പിള്ള പറഞ്ഞിരുന്നു. അതാരാണ്? അഭയദേവ്. ഇത് VV അയ്യപ്പൻ. നമ്മൾ കോവിലിൽ പോകാറുണ്ടെന്ന് ആലോചിക്കാം. കോവിലിൽ പോയി അയ്യപ്പനെ തൊഴുന്നു. കോവിലൻ VV അയ്യപ്പൻ. അടുത്തത് കട്ടക്കയം ചെറിയാൻ മാപ്പിള. അപ്പോൾ ചെറി എന്ന് പറഞ്ഞ ആ വേർഡ് വെച്ചിട്ട് കണക്ട് ചെയ്യാം. ചെറി എന്ന് പറയുന്നത് എന്താ? നല്ല കട്ട മധുരമുള്ള ചെറിയായിരുന്നു അല്ലെ, കട്ട പുളിയുള്ളതായിരുന്നു എന്നൊക്കെ വിചാരിച്ചിട്ട് കട്ടക്കയം ചെറിയാൻ മാപ്പിള. കേസരി ബാലകൃഷ്ണ പിള്ള. അത് കണക്റ്റ് ആയിട്ട് തന്നെ പറയും. കേസരി ബാലകൃഷ്ണ പിള്ള അങ്ങനെ കണക്റ്റ് ആക്കി പഠിക്കാം. തിക്കോടിയൻ നമ്മളെപ്പോഴും ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുള്ളതാണ്. തിക്കോടിയൻ ആരാണ്? കുഞ്ഞനന്ദൻ നായർ. P കുഞ്ഞനന്ദൻ നായർ. ഇപ്പോൾ നമ്മൾ എന്താ പറയുക, എങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റും നോക്കാം. കുഞ്ഞുങ്ങള് അല്ലേ, എപ്പോഴും ഓടി കളിച്ച് നടന്നിട്ട് ഓടിയാറുണ്ട്, താഴെ വീണിട്ട് കയ്യോ കാലോ ഒക്കെ ഓടിയാറുണ്ട്. അങ്ങനെയൊക്കെ വേണമെങ്കിൽ കണക്ട് ചെയ്ത് പഠിക്കാം. കുഞ്ഞനന്ദൻ നായർ, P കുഞ്ഞനന്ദൻ നായർ, തിക്കോടി. അടുത്തത് ആരാണ്? നെക്സ്റ്റ് വൺ ആണ് വിലാസിനി എന്നുള്ളത് ആരുടെ തൂലികാനാമമാണ്? MK മേനോൻ. അപ്പോൾ അത് കണക്ട് ചെയ്ത് പഠിക്കുന്നത് വിലാസിനി MK മേനോൻ എന്നുള്ളത് ഒറ്റ സ്ട്രെച്ചിലങ്ങ് പഠിക്കുക. വിലാസിനി MK മേനോൻ. അടുത്തത് കൽക്കി എന്ന് പറയുന്ന R കൃഷ്ണമൂർത്തി. ഇപ്പോൾ നമ്മുടെ കൃഷ്ണനും അതുപോലെ തന്നെ കൽക്കി അതൊക്കെ നമ്മുടെ മഹാവിഷ്ണുവിൻ്റെ അവതാരമല്ലേ, അങ്ങനെ കണക്ട് ചെയ്ത് വേണമെങ്കിൽ ഓർക്കാം. കൽക്കി R കൃഷ്ണമൂർത്തി. അടുത്തത് നന്ദനാർ
നന്ദനാർ PC ഗോപാലൻ. നന്ദനാർ PC ഗോപാലൻ. അത് വേണം ഒറ്റ വാക്കായിട്ട് നന്ദഗോപാലൻ എന്നിങ്ങനെ കണക്ട് ചെയ്ത് വെക്കാം. നന്ദനാർ PC ഗോപാലൻ. സിനിക്. സിനിക് എന്ന് പറയുന്ന ആരുടെയാണ്? M വാസുദേവൻ നായർ. ഇപ്പോൾ നമ്മുടെ സിനിമയിലൊക്കെ ചില സീൻസില്ലേ വാസു എന്ന് പറഞ്ഞ കഥാപാത്രമൊക്കെ വരുന്നത്, അങ്ങനെ സിനി വാസു അങ്ങനെ എന്തെങ്കിലും കണക്ട് ചെയ്ത് ഓർക്കാം. സിനിക്ക് M വാസുദേവൻ നായർ. അടുത്തത് പാറപ്പുറത്ത്. പാറപ്പുറത്ത് എന്ന് പറയുന്നത് ആരുടെ തൂലികാനാമമാണ്? KE മത്തായി. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് കല്ലൊക്കെ കുടിച്ചിട്ട് മത്തായി പാറപ്പുറത്ത് പോയി കിടന്നു എന്ന് വേണമെങ്കിൽ കണക്ട് ചെയ്ത് ഓർക്കാം. പാറപ്പുറത്ത് KE മത്തായി. അടുത്തതാരാണ്? മാലി. മാലി എന്ന് പറയുന്നത് V മാധവൻ നായരാണ്. V മാധവൻ നായർ. ഇപ്പോൾ നമ്മുടെ മീശ മാധവനകത്ത് മാലയൊക്കെ മോഷ്ടിക്കില്ലേ, അങ്ങനെ കണക്ട് ചെയ്യാം. മാലി V മാധവൻ നായർ. അടുത്തത് പവനൻ. പവനൻ എന്ന് പറയുന്നത് PV നാരായണൻ നായർ. ഇപ്പോൾ പവനൻ എന്നുള്ളത് പാവ, ഇപ്പോൾ PV അങ്ങനെ കണക്ട് ചെയ്യാം. നൻ എന്നുള്ളതിന് നാരായണൻ അങ്ങനെയും കണക്ട് ചെയ്യുക. ആ പേരിൻ്റെ ഒരു കണക്ഷൻ വെച്ചിട്ട് ഓർത്തിരിക്കുക. പവനൻ PV നാരായണൻ നായർ. അടുത്തതാണ് വൈശാഖൻ. വൈശാഖൻ എന്ന് പറയുന്നത് MK ഗോപിനാഥൻ നായർ. വൈശാഖൻ MK ഗോപിനാഥൻ നായർ. അടുത്തത് ചെറുകാട്. ഇപ്പം നോക്കുക, ഇതിൻ്റെ കൂടെ തന്നെ വരുന്നതാണ് മലങ്കാടൻ, ചെറുകാട്, അങ്ങനെ കുറച്ച് വേർഡ്സ് ഉണ്ട്. ഇതെല്ലാം ഒരാൾ തന്നെയാണ്. ഏതാണ്? C ഗോവിന്ദ പിഷാരടി. ഇപ്പം നമ്മുടെ കാട്ടിലൂടെ കുറേ ദൂരം ഇങ്ങനെ നടന്നു, ഇനി ഒരടി പോലും നടക്കാൻ വയ്യ. പിഷാരടി, ഗോവിന്ദ പിഷാരടി. ചെറുകാട് C ഗോവിന്ദ പിഷാരടി. അങ്ങനെ കണക്ട് ചെയ്ത് ഓർക്കുക. നെക്സ്റ്റ് വൺ സഞ്ജയൻ. ഇതും നമുക്കറിയാം, റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. സഞ്ജയൻ. സഞ്ജയൻ ആരാണ്? MR നായർ. MR നായർ. അപ്പം നമ്മൾ കണ്ടില്ലേ, ഇപ്പം MR എന്ന് നമ്മൾ മിസ്റ്റർ എന്ന് എഴുതാനല്ലേ, അപ്പം മിസ്റ്റർ നായർ. അതെ, സഞ്ജയൻ എന്നുള്ളത് ഒരു സഞ്ജയനം എന്നെങ്ങാനും ജസ്റ്റ് ഓർത്ത് വയ്ക്കുക. അപ്പോൾ സഞ്ജയനം, മിസ്റ്റർ നായരുടെ സഞ്ജയനം, അങ്ങനെ എന്തെങ്കിലും ഒന്ന് കണക്ട് ചെയ്ത് ഓർക്കുക. സഞ്ജയൻ MR നായർ. അയ്യനേത്ത്. അയ്യനേത്ത് AP പത്രോസ്. AP പത്രോസ്. അപ്പോൾ പത്രോസിൻ്റെ അയ്യത്തേക്ക് ഞാൻ എത്തി നോക്കി എന്ന് വല്ല ആലോചിച്ച് വെക്കുക. അയ്യനേത്ത് AP പത്രോസ്. അടുത്തത് ഏകലവ്യൻ. ഏകലവ്യൻ ആരാണ്? KM മാത്യു. മാത്യു എന്നുള്ളത് മാത്സ് ആയിട്ട് കണക്ക് വെക്കാം അല്ലേ. അങ്ങനെ വെച്ചിട്ട് എന്താ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുക? മാത്സിൽ ഭയങ്കര ബുദ്ധിയാണ്, ഭയങ്കര ഏകലവ്യനാണ്, അങ്ങനെ എന്തെങ്കിലും കണക്ട് ചെയ്ത് ഓർക്കുക. ഏകലവ്യൻ KM മാത്യു. അപ്പോൾ ഇത്രയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള തൂലികാനാമങ്ങളും എഴുത്തുകാരും